രാഹുൽ, കഴിഞ്ഞ ദിവസം നമ്മൾ റോഷി അഗസ്റ്റിനുമായി സംസാരിച്ചപ്പോഴും ഈ പാലായിൽ ജോസ് കെ മാണി തന്നെ വരും എന്നാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. ഇന്നിപ്പോൾ പക്ഷേ ജാഥയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി പോയി എന്ന് മാത്രമല്ലേ? പര്യടനം നടത്തുകയാണ്. ഇന്ന് അടിമാലിയിൽ എത്തിയപ്പോഴാണ് രാവിലെ നമ്മൾ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ എന്നത് ജോസ് കെ മാണിയോട് തന്നെ ചോദിച്ചത്. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന റോഷി അഗസ്റ്റിൻ മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങുകയും അതിനെന്താ സംശയം, ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കുമെന്നും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന ഒരു കാര്യം പറയുകയും ചെയ്തത്. അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം ഈ ചോദ്യത്തിൽ നിന്നും ജോസ് കെ മാണി ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. പക്ഷേ റോഷി അഗസ്റ്റിൻ അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. ഇതോടുകൂടി പാലായിൽ നേരത്തെ പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്ന് അങ്ങനെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനി അടിസ്ഥാനമില്ല. ജോസ് കെ മാണി തന്നെ LDF സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, ഔദ്യോഗികമായിട്ട് UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള വാഗ്വാദങ്ങളും ചൂട് പിടിച്ചു വരികയാണ്. ഇന്നലെ ഈ മാണി സി കാപ്പൻ പറഞ്ഞത് UDF-മായി ജോസ് കെ മാണി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അതില്ല എന്ന് കുരിശിൽ തൊട്ട് സത്യം ചെയ്യണം എന്ന വെല്ലുവിളി നടത്തിയിരുന്നു. ഇന്ന് അതിന് കൃത്യമായ മറുപടി ജോസ് കെ മാണി നൽകിയിട്ടുണ്ട്. UDF ജാഥയിൽ പങ്കെടുക്കേണ്ട ആളാണ് മാണി സി കാപ്പൻ. അത് പറയാതെ പാലായിൽ ഇരുന്നു കൊണ്ട് ഈ പരദൂഷണം പറയുകയാണ് മാണി സി കാപ്പൻ ചെയ്യുന്നതെന്നും ഇനിയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും, അതിന് കൃത്യമായി തന്നെ മറുപടി നൽകണം, അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ല എന്നും ജോസ് കെ മാണി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിലും രണ്ടുപേരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പാലായിൽ പോരിന് ജോസ് കെ മാണി തന്നെ എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള വാക്പോര് പല വിഷയങ്ങളിൽ ഇതാ മുറുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്താണ് സംഭവിക്കുക, പാല ആര് പിടിക്കുമെന്നത്.